ഞാൻ നോക്കിയപ്പം ഒരാള് തോളും തൂക്കി കയറി വരുന്നു. ആ തോള് ചാഞ്ഞ് കിടക്കുന്നതിൽ തന്നെ എനിക്കൊരു ചന്തം തോന്നി. അദ്ദേഹം ഒരു അവതാരമാണ്. ഇത്രയും വർഷമായിട്ട് ഹീസ് ബീൻ പെർഫോമിങ്. പക്ഷെ ഇന്നും when you see him on screen there's a magic. Seeing Mohanlal act, You know, that's one of those magic moments when you say, oh my God. the transformation happens before the camera. അനായാസം എന്ന് പറയുന്നു. He's that natural an actor. മ്യൂസിക് മാറിയ ബോഡി ലാംഗ്വേജ്, The ease with nuances that he picks up. അതിശയിപ്പിക്കാൻ തന്നെ എൻ്റെ വാക്ക്. എൻ്റെ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിരുന്നു. பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்றது என்னன்னு வச்சா நான் போறேன். हम गुरका हम तो ജോസഫ് എന്തോ നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കില്ല, ഞാൻ നിർബന്ധിക്കില്ല. എന്തല്ലേ വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. എവിടെ ഏത് ഫോണിന് കുഴപ്പമുണ്ടെങ്കിലും ആ കമ്പ്യൂട്ടർ ഉടനെ വിളിച്ചു പറയും ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. Would you like to share some nice time with me and we'll go and enjoy the band will come back. He doesn't know the basics of English grammar. ഇതുകൊണ്ടുള്ള ആവശ്യം കഴിച്ചു. ആ കൊച്ചിന്റെ അവിടെ എന്തോ ഒരു പാട് പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കടൊന്നും കാണാൻ നോക്കൂല. വട്ടാണല്ലേ നിന്റെ അച്ഛനാ പുല്ല തണ്ടി നാറി. I hate you. ഇറ്റ്സ് ഇംപോസിബിൾ. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള അസാമാന്യ കഴിവുള്ള ഒരു നടൻ. മോഹൻലാൽ മാറി ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യയിലേ கிடையாது. Intensity through eyes. அவ்வளவு சாதனைகள் பண்ணவர். இஸ் தி எபிட்டமி, அடையாளம் மாதிரி அவர். நான் மாத்திரலாம் தெரியல, லைஃப்ல எனக்கு ஒரு நான் அம்மா நடிக்கணும் ஆசை. Will continue to always be an ardent fan. இந்தியாவின் பெருமை, கேரளாவின் சொத்து. There's only one Mohanlal that happens once in 100 years. എനിക്ക് ലാലേട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ അതേ ഹെയർ സ്റ്റൈലും അതേ ഇതൊക്കെ വെച്ചിട്ട് ചെറുതായി ഒന്ന് മീശ ഒന്ന് ട്വിച്ച് ചെയ്തിട്ട് ഇദ്ദേഹം പോയി ദേവാസുരം ചെയ്യും. ഒരു ചെറിയ മീശ പിരിവുകൊണ്ട് മാത്രം കോൺട്രാ ഡിസ്റ്റിങ്ഷൻ ഉള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന വേറൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് മോഹൻലാൽ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നാളെ ഞാൻ. എന്നാ നമുക്ക് തുടങ്ങാം. എന്തരായാലും മുട്ടി വന്നേലി, നീ നമ്മുടെ സ്റ്റാർ നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിച്ചൊരി. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. പോലീസുകാരെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് മാറി വരികയാണ്. മാനം കെടുത്താടേ ഇവരെനിക്ക് ചീത്തപ്പേരുണ്ടാക്കും. എത്രണ്ണം കൊടുത്ത ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചി അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. അപ്പൊ താൻ കുറെ നാളിവിടെ ഉണ്ടാക്കും. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. മലയാളിയുടെ സ്വന്തം അഹങ്കാരം, പത്മഭൂഷൺ മോഹൻലാൽ.